ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നത്. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും സുഖമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ അടുത്ത ഒരു മിനി വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ മൈസൂർ ടൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞത് ഊട്ടിയിലോട്ടാണ്. അപ്പോൾ ഊട്ടിയിൽ നമ്മൾ ചെല്ലുന്ന ആ ടൈമൊക്കെ ആയപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ദൊഡ്ഡബേട്ട പീക്കാണ് നമ്മൾ ഫസ്റ്റ് പോയത്. കാരണം നമ്മൾ ഊട്ടി ഒരുപാട് കറങ്ങിയതാണ്. അപ്പോൾ അത്രയും വീണ്ടും ആ ഒരു ഡേ ഫുൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഏറ്റവും അവിടെ അപ്പോഴത്തെ കാലാവസ്ഥ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഹിൽ സ്റ്റേഷൻസ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് നമ്മളന്ന് ഇറങ്ങിയത്. അപ്പോൾ ദൊഡ്ഡബേട്ട പീക്കാണ് നമ്മൾ ഫസ്റ്റ് പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ല ഭയങ്കര തണുപ്പായിരുന്നു. എന്നിപ്പോൾ എത്ര ഡിഗ്രിയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ല തണുപ്പായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് അധികം ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ഫോട്ടോസുള്ളൂ. അതാണ് ഞാൻ മിനി വ്ളോഗ് ആക്കി എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ പപ്പയും മഫും കൂടിയിട്ട് ഇത് നമ്മൾ സൂയിസൈഡ് പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേനും ഇത് കോടയാണ് കേട്ടോ, ഫുള്ള് കോടയാണ്. ഫോണിൽ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ ആ ഒരു ടൈമിൽ നമുക്ക് ഭയങ്കര കോടയായിരുന്നു. ഇങ്ങോട്ടൊരു വിസിബിലിറ്റീസ് വരെ ചാൻസസ് കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു റോഡിലൊക്കെ. അത്രയും കോട ഇറങ്ങിയിട്ട് കേട്ടോ. നോക്കിയാലേ എന്ത് രസമാണ് കാണാനായിട്ട്. നമുക്ക് ആ മരങ്ങളുടെ ഇടയിൽ കോടയൊക്കെ ഇങ്ങനെ പോകുന്നത് നോക്കിയാൽ. ഇത് നമ്മൾ അവിടുന്ന് വാങ്ങിച്ചൊരു പിയാനോയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ വായിക്കുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആ ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ കഴിഞ്ഞ ശേഷം പിന്നെ അടുത്ത നമ്മൾ എവിടേക്ക് പോകുന്ന ആലോചിച്ചപ്പോഴാണ് അവിടുന്ന് നമ്മൾ ഒരു ഡോൾഫിൻ നോസിൻ്റെ സ്റ്റോറി കേട്ടത്. അപ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് നെക്സ്റ്റ് ഡോൾഫിൻ നോസിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ, കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയായിരുന്നു. ഫസ്റ്റ് ടാറിട്ട റോഡാണെങ്കിലും പിന്നീട് അങ്ങോട്ട് പൊട്ട വഴിയായിരുന്നു. ഇതന്നെയാണോ വഴി എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയി. എൻ്റെ പൊന്നെ, എന്ത് രസമാണ് കാണാനായിട്ട്. നമ്മൾ ഒന്നാമത്തെ ആ രസം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയത് അത്രയും മഞ്ഞായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ, മേടൊക്കെ താഴത്ത് നമ്മുടെ തലേൻ്റെ നേരെ നിൽക്കുന്ന പോലെയായിരുന്നു അവിടെ. ഇവിടെ നോക്കിയാൽ എന്താ ഭംഗി. ആ വെള്ളച്ചാട്ടം നോക്കുന്നുണ്ടല്ലോ, നല്ല ദൂരമുണ്ട്. നമ്മൾ സൂം ചെയ്തിട്ടാണ് കേട്ടോ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നത്. ഒരുപാട് ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. എന്ത് രസമല്ലേ കാണാനായിട്ട്. നമ്മൾ നല്ല അടിപൊളി നല്ല വെള്ളച്ചാട്ടമുണ്ട്. നമുക്ക് സൗണ്ട് കിട്ടണമൊന്നുമില്ല, പക്ഷെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആവി പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നേരെ 2 മണി 3 മണി കണ്ടാണ് ഈ സമയം കേട്ടോ. ഇതും നമ്മുടെ നാട്ടിലൊരു എന്ത് ചൂടായിരിക്കും ഈ സമയത്ത്. അവിടെ നമ്മൾ ചൂടിൻ്റെ എക്സ്ട്രീം തണുപ്പായിരുന്നു അന്ന്. പിന്നെ ചെറിയ ചാറ്റൽ മഴ നമുക്കുണ്ട് കേട്ടോ, കാണുന്നുണ്ട് ഫോട്ടോസിൽ. അപ്പോൾ നമ്മൾ മുകളിൽ കയറിയിട്ടോ. അവിടെ നമുക്ക് വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു മുകളിൽ. അപ്പോൾ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ ആണ് ഇത് കാണുന്നത്. ഇതാണ് ഡോൾഫിൻ നോസ് കേട്ടോ. എവിടെ നിന്ന് നോക്കിയാലും ആ വെള്ളച്ചാട്ടം, ആ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, അത് ഹൈലൈറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അന്ന് നമ്മൾ ഊട്ടിയിൽ നമ്മളത് 2 മാത്രമേ പോയുള്ളൂ കേട്ടോ. അപ്പോൾ ഊട്ടിയിൽ നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് കേരളത്തോട്ട് തിരിച്ചു വരായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഒരു ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു പാറയാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതുകൊണ്ട് ഞാൻ ചുമ്മാ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. എന്നൊക്കെ ഈ മഞ്ഞിൻ്റെ അതുകൊണ്ടും എല്ലാം കൊണ്ടും നല്ല രസമുണ്ടായിരുന്നു. അവിടെ നമ്മൾ ആ നേരത്തെ തിരിച്ചിട്ട് കോയമ്പത്തൂർ, തൃശ്ശൂർ അങ്ങനെയാണ് കേട്ടോ നമ്മൾ തിരിച്ചു വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, കോട്ടയ്ക്കൽ ഹണി കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിട്ടാണ് കേട്ടോ തിരിച്ച്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മിൽക്ക് ചീസ് കേക്ക് ഉണ്ടല്ലോ വാലിയാപ്പെട്ട് ഫേമസ് ആക്കിയ, അതൊന്ന് ഓർഡർ ചെയ്തു. അത് നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളൊന്ന് മീൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മീൽസ് കഴിക്കാനായിട്ട് നമ്മൾ അവിടുത്തെ ഏതൊരു സ്പെഷ്യൽ മീൽസ് കോംബോ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓർഡർ ചെയ്തു. അത് തിന്ന് അത്യാവശ്യം 2 ആളുടെ വയറൊക്കെ നിറഞ്ഞു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ ട്രിപ്പ്, അതായത് 1 വീക്കിൻ്റെ ട്രിപ്പ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ട്രിപ്പും നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ദിവസമായിട്ട് നമ്മളൊരു ട്രിപ്പ് ഇറങ്ങിയതും. അപ്പോൾ നമ്മളും അത്യാവശ്യം എൻജോയ് ചെയ്തു. നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ പോലെ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, വോയിസിലും എല്ലാത്തിലും ഭയങ്കര മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വീഡിയോസായിട്ട് ഞാനത് മേക്കപ്പ് ചെയ്യാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ.